ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ലെറ്റ് എ ഈസ് ഈക്വൽ ടു ഒരു മാട്രിക്സ് തന്നിട്ട് ബിന്റെ കോളംസ് B1 B2 B3 തന്നിട്ടുണ്ട്. AB1 തന്നിട്ടുണ്ട്, AB2 തന്നിട്ടുണ്ട്, AB3 തന്നിട്ടുണ്ട്. ആൽഫ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ബി തന്നിട്ടുണ്ട്. ബീറ്റ ഇസ് ദ സം ഓഫ് ഓൾ ഡയഗണൽ എലമെന്റ്സ്. ട്രേസ് ഓഫ് ബി തന്നിട്ടുണ്ട്. ആൽഫ ക്യൂ പ്ലസ് ബീറ്റ ക്യൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് നോക്കിയാൽ ഒരു 28 കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ബേസിക് ലോജിക് എന്താണെന്ന് വെച്ചാൽ എ ബി എന്ന് പറഞ്ഞ മാട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആക്ച്വലി ഇതെന്താണ്, എ ബിനെ അവരെന്ത് ചെയ്യുന്നത് കോളം വൈസ് B1 B2 B3 തന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ബേസിക്കലി AB1 AB2 AB3 ആണെന്ന് കത്തണം. ഓക്കെ, ഇത് കത്തിയാൽ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, എ ഇൻറ്റു ബി. എ അവർ തന്നിരിക്കുന്നത് 201 ആണ്. 201 110 101 ടൈംസ് ബി is equal to AB1 100 AB2 230 321 123 032 001 എഴുതി. ഇത്രയും വളരെ എളുപ്പത്തിൽ എഴുതി. ഇത് ബി എന്ന് കണ്ടുപിടിക്കാൻ വല്ല വിഷമമുണ്ടോ? നേരെ എന്ത് ചെയ്യുക, ഈ തന്നിരിക്കുന്ന ഈ മാട്രിക്സ് ഉണ്ടല്ലോ, എ എന്ന് പറഞ്ഞ മാട്രിക്സിന് ഇൻവേഴ്സ് രണ്ട് സൈഡിലും പ്രീ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു ഈ 201 110 101ന്റെ ഇൻവേഴ്സ് കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തത് ഞാൻ നേരെ എഴുതാൻ പോവുകയാണ്. അത് 10 -1 -1 1 -1 0 2 ആയിരിക്കും. ടൈംസ് 123 032 001. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യാം. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 കിട്ടും, പിന്നെ 2 കിട്ടും, 2 കിട്ടും, -1 1 0, പിന്നെ -1 -2 -1 ബി കിട്ടി. ഒറ്റ മാട്രിക്സ് ഇൻവേർഷൻ മാത്രമേ ഇതിലുള്ളൂ കേട്ടോ. പിന്നെ ഒരു മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷനും. ഇനി അവർ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, ട്രേസ് ഓഫ് ബി കണ്ടുപിടിക്കുക. ട്രേസ് ഓഫ് ബി എന്ന് പറഞ്ഞ സാധനം 1 എന്ന് കിട്ടും. ഡിറ്റർമിനന്റ് ഓഫ് ബി കണ്ടുപിടിക്കുക. ഡിറ്റർമിനന്റ് ഓഫ് ബി കണ്ടുപിടിക്കുമ്പോൾ അത് 1 × -1 -0 -2 × 1 -0 +2 × 2 + 1. സോ ദിസ് ഇസ് -1 -2 +6 3 എന്ന് കിട്ടും. അപ്പോൾ ഡിറ്റർമിനന്റും ട്രേസും കിട്ടി. ഇതിന്റെ ക്യൂബുകൾ എടുത്തിട്ട് സം എടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൻസർ 3³ + 1³ 28. 28 is the right answer.